ഇപ്പം നിങ്ങളൊരു സ്പിരിച്വൽ പാത്തിലാവുന്ന സമയത്ത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതൊക്കെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പാത്താണല്ലോ. സംഭവം ശരിയാണ്. പക്ഷേ ഈ ഒരു കാലത്ത് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ഈ ഒരു 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഇല്ലാണ്ട് സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ ഒരു ദിവസം പോലും ഒരു ഓഫ് എടുക്കാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് മറ്റു കാര്യങ്ങളൊക്കെ വെച്ചാൽ എന്താ, ആ ഒരു ഫണ്ട് ഫ്ലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രഷറാണ്. പിന്നെ ഫണ്ടൊന്നും ഇല്ല, കാരണം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഒരുപാട് ചിലവുകൾ. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും പെട്ടെന്നൊരു ഫണ്ട് ഫ്ലോയും ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെ കൂടുതൽ പ്രഷറിലേക്ക് എത്തും. സ്വാഭാവികമായിട്ടും നമുക്കൊരു സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ബാലൻസ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, കാരണം നിങ്ങൾ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിങ്ങളുടെ ഫാമിലി ലൈഫ് ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ലൈഫിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വലി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നിങ്ങൾ ഫണ്ടും അത്യാവശ്യം എല്ലാ എന്താ പറയുക അടിച്ചുപൊളിയൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ ലൈഫ് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷേ സ്പിരിച്വൽ ലൈഫ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന, അതിൻ്റെ ടെക്നിക്കൽ ടൈമിലേക്കാണ് ഞാൻ വരുന്നത്, സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ അപ്പർ ചക്രാസ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആവാം. സ്പിരിച്വലി നിങ്ങൾ ഭയങ്കര ഫോളോ ചെയ്യുന്നത്, നിങ്ങളുടെ ലോവർ ചക്രാസ് എല്ലാം ഭയങ്കരമായിട്ട് ചെറുതാവുന്ന രീതിയിലും ആവാം. അപ്പോൾ ലോവർ ചക്രാസ് എല്ലാം കൂടി ചെറുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് മെറ്റീരിയലൈസേഷൻ അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി, അബണ്ടൻസ് ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും.